നമസ്കാരം. മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിബിനെ മലയാളത്തിലെ ഏറ്റവും മോശം സിനിമയായി ചിലർ പരിഗണിച്ചതിൽ വേദന തോന്നിയെന്ന് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. ചിത്രത്തിനെതിരെ നടക്കുന്ന സൈബർ പ്രചാരണങ്ങൾക്കിടെയാണ് ലിജോയുടെ വാക്കുകൾ. സിനിമകൾ, അമർ ചിത്രകഥകൾ, പഞ്ചതന്ത്ര കഥകൾ, കോമിക് പുസ്തകങ്ങൾ തുടങ്ങിയ സൃഷ്ടികളിൽ നിന്നും ലോകമെമ്പാടുമുള്ള വിവിധ കലാരൂപങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് മലൈക്കോട്ടെ വാലിബൻ ഒരുക്കിയത്. ചിലർ വാലിബിനെ മലയാളത്തിലെ മോശം സിനിമയെ ചിത്രീകരിക്കാൻ ശ്രമിച്ചത് എന്നെ വിഷമിപ്പിച്ചു. ഒരു ശ്രമം നടക്കുമ്പോൾ അത് ആഘോഷിക്കപ്പെടണമെന്ന് ഞാൻ പറയുന്നില്ല. വിമർശനങ്ങൾ സ്വാഗതാർഹമാണ്. എന്നാൽ സിനിമ ഇറങ്ങിയതിനു ശേഷമുള്ള ആദ്യ 2 ദിവസങ്ങളിൽ ചർച്ചകൾ തീർത്തും തെറ്റായ ദിശയിലായിരുന്നു. ആളുകൾക്ക് ഒരു സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയുന്നത് ശരിയാണെങ്കിലും സിനിമ കാണുന്നതിൽ നിന്ന് മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തുന്നത് ന്യായമല്ല. ആദ്യത്തെ 2 ദിവസങ്ങളിൽ പുറത്തു വന്ന അഭിപ്രായങ്ങൾ അത്തരത്തിലുള്ളതായിരുന്നു. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല, അതിനാൽ ഈ രാജ്യത്താരും കാണരുത്, അതായിരുന്നു ചിലരുടെ മനോഭാവമെന്ന് ലിജോ ജോസ് പറഞ്ഞു. ജനുവരി 25-നാണ് മലൈക്കോട്ടെ വാലിബൻ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലെത്തിയത്. 5 ദിവസം കൊണ്ട് 11.45 കോടിയാണ് ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയത്. മോഹൻലാലിനോടൊപ്പം സുചിത്ര നായർ, സൊനാലി കുൽക്കർണി, ഹരീഷ് പേരടി, ഡാനിഷ് സെറ്റ്, മനോജ് മോസസ്, കഥാനന്ദി, മണികണ്ഠൻ ആചാരി എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. വാലിബൻ റിലീസ് ദിനത്തിൽ ഗംഭീരമായ ആഘോഷമാണ് ലാൽ ഫാൻസ് ഒരുക്കിയത്. അതിരാവിലെ 6 മണിക്കാണ് ഫാൻ ഷോകൾ ആരംഭിച്ചത്. തിയേറ്ററിന് പുറത്ത് ശിങ്കാരിമേളവും പടക്കം പൊട്ടിക്കലും കേക്ക് മുറിക്കലുമൊക്കെ ആകെ ബഹളം. സമീപകാലത്ത് തിരിച്ചടികളിൽ നിന്ന് മാറി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നേരെ എന്ന ലാൽ സിനിമ ഹിറ്റായതും ആരാധകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. പക്ഷേ ആദ്യ ഷോ കഴിഞ്ഞത് മുതൽ ഫാൻസുകളിൽ നിന്ന് നെഗറ്റീവ് കമന്റുകളാണ് ഉയർന്നു വന്നത്. കേക്ക് മുറിക്കാൻ പോലും ആരാധകരെ കിട്ടിയില്ല. അതിൽ അവരെ കുറ്റം പറയാനും കഴിയില്ല. കാരണം മോഹൻലാൽ ഒരു യുദ്ധവീരനായി നിറഞ്ഞാടുന്ന ആവേശം ത്രസിക്കുന്ന ഒരു സിനിമ പ്രതീക്ഷിച്ച് പോയവർക്ക് കണ്ടത് LJPയുടെ പതിവ് ശൈലിയിൽ പതുക്കെ നീങ്ങുന്ന ഒരു പടമാണ്. അതോടെ തിയേറ്ററിൽ തുടക്കം മുതൽ ഉണ്ടായ ചില കുശുകുശലുകൾ പതിയെ കൂവിലേക്ക് മാറി. സാധാരണ എത്ര മോശം സിനിമയായാലും തള്ളിമറിക്കുന്ന ആരാധകർ ഇവിടെ നിയന്ത്രണം വിട്ടു. അതോടെ സോഷ്യൽ മീഡിയയിലും ട്രോളുകളും വിമർശനങ്ങളുമായി. ചിത്രത്തിന് വ്യത്യസ്തമായ ഒരു ശീർഷകവും ഉണ്ടായിരുന്നു. മലയാളത്തിന്റെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ എന്നായിരുന്നു അത്. ഫാൻസിനെ ഏറെ ത്രില്ലടിപ്പിച്ചു ആ വരികൾ. അസാധാരണമായ അഡ്വാൻസ് ബുക്കിങ്ങിനും ഒരു മലയാളം സിനിമയ്ക്ക് മുമ്പ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ലോകമെമ്പാടുമുള്ള വിപുലമായ റിലീസിനും ഈ സിനിമ സാക്ഷ്യം വഹിച്ചു. വാലിബനിലൂടെ KGF മോഡലിൽ ഒരു പാൻ മലയാളം ഹിറ്റ് ഉണ്ടാവുമെന്നായിരുന്നു പ്രതീക്ഷ. അതിനനുസരിച്ച് ആദ്യ ദിനം ഫാൻസ് ഇരച്ചു കയറി. ആദ്യ ദിനത്തിൽ ചിത്രം ദേശീയ തലത്തിൽ 5.5 കോടി രൂപയുടെ നെറ്റ് കളക്ഷൻ ചിത്രത്തിന് കിട്ടി. പക്ഷേ രാവിലെയുള്ള സ്ക്രീനിങ്ങിൽ 59.81% ഓക്യുപ്പൻസി നിരക്ക് ഉണ്ടായിരുന്നതെങ്കിലും ഉച്ചയോടെ അത് 37.09% കുറഞ്ഞു. ഇതിന് കാരണമായത് ലാൽ ഫാൻസിൽ നിന്ന് തന്നെ വന്ന നെഗറ്റീവ് കമന്റുകളായിരുന്നു. പക്ഷേ അടുത്ത കാലത്തുണ്ടായ ചില രാഷ്ട്രീയ കാരണങ്ങളും ലാലിനെതിരായ ക്യാമ്പയിൻ ഇടയാക്കിയതായി പറയുന്നുണ്ട്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ക്ഷണം ലഭിച്ചിട്ടും മോഹൻലാൽ പോയിരുന്നില്ല. ഇതുകൊണ്ട് സംഘപരിവാർ ചിത്രം ബഹിഷ്കരിക്കുമെന്നൊക്കെ നേരത്തെ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. ചിത്രത്തിനെതിരെ ബോധപൂർവ്വം ഡീഗ്രേഡിംഗ് നടന്നോ അതിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളുണ്ടോ എന്നൊന്നും ഇനിയും വ്യക്തമായിട്ടില്ല. എന്നാൽ ചിത്രത്തിന് നേരെയുള്ള റിവ്യൂ ബോംബിങ്ങിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടെന്നാണ് നിർമ്മാതാവ് ഷിബു ബേബി ജോൺ പറയുന്നത്. സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയുന്നതിൽ തെറ്റില്ല. എന്നാൽ സിനിമാ വ്യവസായത്തെ തന്നെ തകർക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്നത്. മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സൗഹൃദത്തിന്റെ ആഴം അളക്കാനാവില്ല. അവരുടെ പേരിൽ ആരെങ്കിലും സിനിമയെ തകർക്കാൻ ശ്രമിച്ചാൽ അവർ വിഡ്ഢികളാണ്. സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി മാനസികമായി തകർന്നിരിക്കുകയാണെന്നും നേരത്തെ ഷിബു ബേബി ജോൺ പറഞ്ഞിരുന്നു.